ഓക്കെ ഓക്കെ. ഭയങ്കര ഇതാണല്ലോ, ആ ഫെസിലിറ്റീസ് എലി ആണല്ലോ. ആ എലി എലി പറഞ്ഞുതരാം ഒരു മിനിറ്റ് തുറക്കോ എടി പോലെ ആ ഒരു കാര്യം പറയട്ടെ തോന്നുന്നു എലി അതെ നമ്മുടെ സ്കൂളിൽ ബയോളജി ടീച്ചറിന്റെ കുറവ് ഇല്ലേ? ഉണ്ടടാ, പക്ഷെ ഈ പിള്ളേരെ ബയോളജി പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റിയ ഒരു ടീച്ചറെ നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് നല്ല ടീച്ചറാ. എന്താ പേര്? സുമലത. നിന്റെ ആരാ? ഇന്നലെ പരിചയപ്പെട്ട ഫ്രണ്ടാ. ഇന്നലെ പരിചയപ്പെട്ട ഫ്രണ്ടിന് ജോലി നീ വാങ്ങിച്ചു കൊടുക്കുന്നു ഇത്ര ആത്മാർത്ഥതയോടുകൂടി? അല്ല എലിയ പറഞ്ഞ ആള് നല്ലൊരു അഡിഷൻ ആയിരിക്കും. സംസാരം ജസ്റ്റ് ഇന്റർവ്യൂ എടുത്തു ചുമ്മാ. ഇന്റർവ്യൂ എടുക്കാൻ പിള്ളേരുണ്ടല്ലോ, പിള്ളേര് തന്നെ ഇപ്പം സംശയം ചോദിച്ചു തീർത്തോ. ഓക്കെ. ഹലോ. കൊച്ചിന്റെ അടുത്ത് ക്യാഷ് നോട്ടിന് മലയാളത്തിൽ പറയാൻ പറ്റില്ല. ബയോളജിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ 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 ഹലോ. ചന്ദ്രനോ കൊമ്പിന്ന് പറഞ്ഞൊരു പെണ്ണുമായി ഭയങ്കര കറക്കമെന്ന് ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ കൊമ്പിയുടെ ഇനില്ല കൊമ്പിയെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു പയ്യനെ മാറ്റി നിർത്തി വിരട്ടി ഓടിഞ്ഞ് എന്നിട്ട് അവളുമായിട്ട് പോയി. ആ പയ്യൻ ഒരേ മോങ്ങല്. എന്റെ ഒരു അനിയത്തിപ്പുള്ള കാണുന്ന കൊച്ചാണത് അറിയാം നിനക്ക്. ആ കാട്ടവരാജ് അവളെ ഇഷ്ടം പറഞ്ഞു ഞാൻ എടാ നീയൊക്കെ നശിച്ചു പോടാ. നീ സുനാമി കൊണ്ട് കയറി പോടാ. നീയൊക്കെ സുനാമി സാധനങ്ങൾ പഠിപ്പിക്കും. അപ്പൊ ചോദ്യം ചോദിക്കാം. ടീച്ചറോട് ചോദ്യം ചോദിക്കാൻ പാടില്ല കേട്ടോ. ഒറ്റ ചവിട്ടിലുള്ള മതി കേട്ടോ. പിള്ളേരെ ഉപദ്രവിക്കില്ല. പിള്ളേർ സംഘം ഇറങ്ങി. പിള്ളേർ അല്ലല്ല ഞാൻ കാര്യം പെട്ടെ പിള്ളേരുടെ ഒരു ഇതാണ്. അതായത് അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയണല്ലോ. അപ്പൊ കൊമ്പി എടുത്ത് അവര് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. കൊമ്പി റിപ്ലൈ അനുസരിച്ച് നമുക്ക് ജോലിയുടെ കാര്യം സെറ്റ് ആക്കാം. അല്ലേ അവര് വലിയ വലിയ ചോദ്യങ്ങളാ ചോദിക്കുന്നത്. PSC പോലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. സൂര്യ ബോസ് എന്റെ മോൻ ചോദിക്കും. വെയിറ്റ് സൂര്യ. പിള്ളേരുടെ ഇടയിലൊരു മാമൻ ചന്ദ്രു എലക്ഷനും ഇവിടെ ചേർന്നു. ലൈഫ് ലൈൻ വേണം. പേശി എത്ര ഉണ്ടെന്നാണ് എന്നോട്. എടാ നിന്റെ തന്ത ഉണ്ടല്ലോ പ്ലേ ബോയാ കള്ളത്തന്ത. മനസ്സിലായില്ലേ? ഞാനല്ല നിന്റെ ശരിക്കുള്ള തന്ത പ്ലേ ബോയാ ഉറപ്പാ എനിക്ക്. ഹലോ ഹലോ. നീ വെടിവെടിക്കും പറയില്ല. സ്കൂളിന്റെ പറമ്പ സ്കൂളിന്റെ ബയോളജി ഒരു സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കാം. ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ചോദ്യങ്ങൾ. അത് ഞാൻ പറയട്ടെ. നമ്മളിപ്പോ ഒരു മനുഷ്യരോട് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ നോർമലായിട്ട് നിൽക്കുമ്പോ എത്ര പേശി ഉണ്ടെന്നല്ല ചോദിക്കേണ്ടത്. ബയോളജി അപ്പൊ നമ്മള് ബയോളജി ആയിട്ടുള്ള സംബന്ധിച്ച ജീവിതത്തിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് അറിയണോ അല്ലേ? അത് പറഞ്ഞുതരാം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ബയോളജി വെള്ളം കുടിക്കട്ടെ. ബയോളജിയില് വെള്ളം കുടിക്കലുണ്ട് സത്യത്തില്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് നമ്മള് ബയോളജി എന്ന് പറയുമ്പോ നമ്മള് ഒരുപാട് കാര്യങ്ങളുണ്ട് അതില്. ശരിയായിട്ടുള്ള കാര്യമാണ് അത്. അതില് നമ്മള് ഒരു മൊത്തത്തിൽ നമ്മൾ ശരീരത്തെ കുറിച്ച് പഠിക്കണാണ്. ശരീരത്തിന്റെ ഘടന, എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നേ?
ഒരു കുഞ്ഞുണ്ട അത് പ്രാക്ടിക്കൽ ക്ലാസ് ആണ് വേണ്ടത്. പ്രാക്ടിക്കൽ ക്ലാസ് പിള്ളേരെ ചെവി മൊത്തം പിടിച്ചോ, എലി പിള്ളേരെ ചെവിയൊക്കെ മൊത്തം പിടിച്ചോ, അകത്തോട്ട് പൊക്കോ, ഞാൻ കേട്ട് വരാം. എന്റെ കാട്ടി പൊക്കോല്ല, ഈ തൂട് എന്റെ കാട്ടി എന്റെ അത്രയല്ലേ അവൻ. തലപ്പൊക്കെ നോക്കി എന്നോടായി. ഇത് അതിശയന്റെ കുഞ്ഞാണോ ഇത്? അതായത് ഈ കുട്ടി ഉണ്ടാവണതിനെ കുറിച്ച് ഒരു പ്രാക്ടിക്കൽ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഞാൻ എടുത്തു തന്നെ ഉണ്ടാവും. മനസ്സിലായോ? എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വേണ്ട, നമുക്ക് ഹയർ സെക്കൻഡറി പോയി ചോദിച്ചോ. ഇത് ഇവിടെ നമുക്ക് ഇത് ഇവിടെ ഇല്ല ഇങ്ങോട്ടൊന്ന്. ഇനി ഇതെന്ത് ചെയ്യണം? ഏത് ഈ ചുമതലയാ? അല്ല പെൺപിള്ളേ എടുത്ത് ബയോളജി എന്താന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു കേട്ടാ. എന്താ പറഞ്ഞവര്? ബയോളജിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന്, അവർക്ക് അതൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചുമതലയെന്ന് പറഞ്ഞ് ചുമതലയെ കൊണ്ടുവന്ന് നമ്മുടെ തലയെ കൊണ്ട് വെച്ചേരാൻ നോക്കിയതാണ്. ഹയർ സെക്കൻഡറിലോട്ട് സജസ്റ്റ് ചെയ്യാം. ഹയർ സെക്കൻഡറി അല്ല, അവര് ആദ്യമേ 1ാം ക്ലാസ്സിലെ സയൻസ് പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അവര് ബയോളജി പാപ്പിച്ചാൽ മതി. ആദ്യമേ നില്ല് ചെറുക്കച്ചിരി വിഷയമാണ്. കാർബൺ ഡയോക്സൈഡ് പറഞ്ഞോളൂ ടീച്ചറെ. ഞാൻ ഇത് കുഞ്ഞു പിള്ളേര് പഠിക്കുന്ന സ്കൂളാണ്, ഭയങ്കര കുഞ്ഞു പിള്ളേർ. ഇത് കണ്ട് ഈ തപ്പുടു ചിന്നു പോലത്തെ. ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിൽ വന്നിട്ട് പിള്ളേരുടെ അടുത്ത് ബയോളജിനെ പറ്റി 2 വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ടീച്ചർ സംസാരിക്കണം. എന്ത് ചെയ്യും ടീച്ചർ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുട്ടികളായിട്ടാണ് നമ്മൾ വലുതാവുന്നത്. അപ്പൊ നമ്മൾ പലതും വലുതാവണ സമയത്ത് നമ്മൾ പെട്ടെന്ന് പേടിക്കും. പേടിക്കാതിരിക്കാനായിട്ടാണ് ടീച്ചറായിട്ട് ഓരോന്ന് എന്തുകൊണ്ട് വലുതാവുന്നു, എങ്ങനെയാണ് വലുതാവുന്നത്, എന്തൊക്കെയാണ് മാറ്റങ്ങള് പറഞ്ഞതാണ് മെയിൻ ആയിട്ട് ഞാൻ വന്നത്. മനസ്സിലായോ? ഇല്ല, ശരീരത്തിന്റെ കണ്ണ് തല എന്തൊക്കെ പറയുന്നു. നീ ഇത് എവിടുന്ന് എടുത്തോണ്ട് വന്ന്? ജംഗ്ഷനില്. ഏത് ജംഗ്ഷൻ? അവിടെ തിരിച്ചോണ്ട് കൊണ്ടോ അതെങ്ങനെയാണ് നമുക്ക് പോവാം. ബാക്കി നമുക്ക് പോകുന്ന പറഞ്ഞു പോ. അയ്യോ, ഇപ്പൊ എന്നോട് അത് 2 ദിവസം കഴിയും, അവര് റിസൾട്ട് പറയും. ഒന്ന് വരാ വണ്ടിയിലേക്ക് വരോ? അപ്പൊ ഓക്കെ കുട്ടികൾ. കഥ തുറന്നാടാ നായിന്റെ മോനെ. പെർഫ്യൂം ചോദിക്കണ ഇല്ല, പറഞ്ഞോക്കണ്ട. തുറക്കൂല ഇത്. പറയുന്നില്ല. ഇല്ല, കൊച്ച് സമയമുണ്ടല്ലോ. തുറ. ആരുണ്ട് ഇത്? സൂര്യ തുറ. ബ്രോ ഒരു അത്യാവശ്യമുണ്ട്. എന്തൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ സ്ഥലത്ത് പോവാ. വന്നാതിയാ ഇപ്പൊ വരാ. ഇപ്പൊ ഒരു സ്ഥലത്തോട്ട് പോവാ. നമ്മുടെ കൂടെ ഒരാളും കൂടി കയറില്ല. അലക്സ് കയറിയില്ല. എടാ അലക്സ് വണ്ടി കയറാം. ചന്ദ്രന്റെ മോനെ കുറിച്ചാണ് മിണ്ടുന്നേ. എന്താ സാരി ഞാൻ കണ്ട്. ഇപ്പൊ കുറച്ച് അർജന്റ് ഒരു കാര്യം ബ്രോ, പിന്നെ സംസാരിച്ച നമ്പർ എന്നാ ഞാൻ പിന്നെ വിളിച്ചാൽ നമ്പര് അപ്പൊ ആര് വിളിച്ചാൽ ഓക്കെ എല്ലാ കേറ്. ഇത്രയും കഴിവുള്ള എന്നെ ചന്ദ്രു അവിടെ എടുത്തില്ല. ഇത് ഹയർ സെക്കൻഡറിലോട്ട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആണോ? ഇത് ചെറിയ പിള്ളേരെ LP. ഇത് LP ആണ്. LP സ്കൂളാ. LPS. LPയിൽ ബയോളജിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ലല്ലേ? ഞാൻ ഓർത്തില്ല, അത്രയും ഞാനും ചിന്തിച്ചില്ലേ. എന്നാ നമുക്ക് അവിടെ ഒരു ബജ്ജിക്കട തുടങ്ങിയാലോ ഫ്രണ്ടില്? എന്തിനാ? അതെങ്ങനെ വിറ്റ് അതെങ്ങനെ അത്
ഒട്ടും കാശിന്റെ കയ്യില് ബജ്ജിക്കടയ്ക്ക് പൈസ ഇപ്പൊ പൈസ കൂടുതലും കിട്ടുന്ന പാനിപൂരിക്കാ. ലക്ഷറി പാടാൻ ഭയങ്കര ഇഷ്ടാ. ചന്ദ്രൻ ഞാൻ ഇവിടെ ലക്ഷറി. മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഒരു ഞാൻ മില്യൺ സാരി രൂപ എടുത്തത് കുറവാ. മാറ്റം അവിടെ നിന്ന് കുറച്ച് ഡ്രസ് മാറ്റിട്ട് ചന്ദ്രൻ ഞാൻ ഒരു സിഗ്നയാണ് എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്. കൊമ്പിഫറിലോട്ട് വന്നേ. ബാക്കി ഇരുന്നേ. ഒരു സിഗ്മയായി പോണ സിഗ്മയാടാ അവൻ, സിഗ്മയാ അവൻ, സിഗ്മയാ. ചന്ദ്രൻ ഇവര് ഞാൻ ശരിക്കും എടാ ഇപ്പൊ വേറെ എനിക്ക് എന്താണ് അങ്ങനെ ഇല്ല കേട്ടോ. ആ കുഴപ്പമില്ല. ചന്ദ്രൻ അങ്ങനെ ചന്ദ്രൻ എല്ലാം പോവും. ഡബിളാ. ചന്ദ്രൻ മറ്റേ കൊടിയിലെല്ലാം ഉള്ള അവിടെ എല്ലാം പോവും. എന്നെ പിണ്ണാക്കും ആ, കയറ്റുമതി അത് കേട്ടല്ലേ. എന്തൊക്കെയാ നമ്മള് ചന്ദ്രനോട് കേൾക്കുന്ന വേറെ പരിപാടി ശിശിര. സ്കൂളില് സാർ മാത്രമേ ചന്ദ്രൻ കൂള് സ്കൂള് കൂളല്ല പറഞ്ഞത്, കൂള് ഇപ്പോ അല്ല സ്കൂളിലും അത്ര പോകലുള്ളൂ. വേറെ എന്തെങ്കിലും പരിപാടി? സ്കൂള് ഞാൻ പിന്നെ നമ്മളെ ഗ്യാങ് ഇത് എന്റെ ഫാമിലി ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത്. ആ ഇത് ഞങ്ങളുടെ ഫാമിലി. ഇത് റൈറ്റ് ഫാമിലി. ആ ഓക്കെ 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 ഓക്കെ. എനിക്ക് ഒരു ദിവസം അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമോ? ബയോളജി ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് വലിയ ആളുകൾക്ക് നമുക്കെല്ലാം അറിയാം. അറിയോ? ചന്ദ്രനെ അറിയാണ്ടുള്ള എന്തേലും. എനിക്കിതൊന്നും അറിയത്തില്ല ഭയം. ഏ ആ അണ്ണനെ ആവശ്യം നമുക്കറിയാം. വരും. ചന്ദ്രനെ അറിയാം. ചന്ദ്രനാണ് പിന്നെ എന്തേലുമൊക്കെ ഒരു നിന്റെ ആവശ്യം. മുഖം കണ്ടാലറിയാം നിന്റെ വണ്ടി കയറ്റാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഇതിന്റെ ബാക്കിലിരുത്തിയത്. ഞാൻ ഓൾറെഡി ബാക്കിലായിരുന്നുണ്ടോ. ഏത് ബാക്കില്? ചേച്ചിനെ അല്ലേ ഫ്രണ്ട് ഇരുത്തിയേ. ചന്ദ്ര വന്നാ തല്ലുവിടല്ലേ. ചന്ദ്ര ബയോളജി ക്ലാസ് എടുക്കാൻ വരാന്ന് ക്യാമ്പസിലോട്ട്. ഇല്ലടാ ഇല്ല അതിന്റെ വേണ്ട. കൊമ്പി നമുക്ക് ഹയർ സെക്കൻഡിലോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. ആ ഓക്കെ ഓക്കെ. അവിടെ തന്നെ ഉണ്ടായിന്. അവിടെ ഇനി പിള്ളേര് വരണ്ടേ? എനിക്ക് തോന്നണ അവര് തന്നെ വലുതായിട്ടാന്ന് തോന്നണം. കുറച്ചുകൂടി നമ്മള് ഒരു കുലീനമായിട്ട് ഈ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് ഈ കൊമ്പിയുടെ സംസാരത്തില്. ആൾക്കാർ തെറ്റിദ്ധാരണ പടർത്തുന്നുണ്ടോ എന്നൊരു സംശയം. ആൾക്കാരില്ലേ ചിന്താഗതിയാണ് ആൾക്കാർക്ക് അതാണ് ഓരോരുത്തർ ഓരോ സാഹചര്യങ്ങൾ ചിന്താഗതിയിലാണ് ആളുകളുടെ ഒരു ഇത്. മനസ്സിലായോ? മനസ്സിന് നന്നാവണം. അതെ അതെ അതെ. നല്ല വണ്ടിയല്ലേ? ഞാനിവിടെ ഇറങ്ങാൻ എന്തായാലും. അപ്പൊ അങ്ങോട്ടിടാം. ബൈ. See you tomorrow. ഓക്കെ ഓക്കെ ബൈ ബൈ. കാണാം. ഓക്കെ എന്നാ ഗുയ്സ്. ഓക്കെ.